ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന ഒരു സാംസങ് J8 ഫോണാണ്. ഇത് ഒരു 3-4 ഷോപ്പിൽ കൊടുത്ത് റിട്ടേൺ പറഞ്ഞ കേസ്. വേറെ ഒന്നും കൊണ്ടില്ല, സിമ്പിൾ കാര്യമുള്ളൂ. ഇത് ഫ്രണ്ട് ഓപ്പണിംഗ് ഡിസ്പ്ലേ. അപ്പം ഇപ്പോൾ ഈ 3-4 കടയിൽ കൊടുത്തിട്ടും, പേര് ഞാൻ പറയുന്നില്ല, 3-4 കടയിൽ കൊടുത്തിട്ടും അവർക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഫ്രണ്ട് ഓപ്പണിംഗ് ഡിസ്പ്ലേ ആണ്, LED ഡിസ്പ്ലേ ആണ്. അഴിച്ചാൽ പൊട്ടും എന്നുള്ളൊരു പേടി കൊണ്ട് അവർ അഴിച്ചില്ല. ആക്ച്വലി പേടിക്കാനൊന്നുമില്ല. ഇത് നമ്മുടെ ടച്ച് സെപ്പറേറ്ററിൽ ഒരു 87-90 ഹീറ്റ് ഇട്ട് ഒരു 10 അല്ലെങ്കിൽ 10-15 മിനിറ്റ് വെച്ചാൽ മതി. വെച്ച് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ നല്ലപോലെ ലൂസാവും. പിന്നെ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു കട്ടി പറഞ്ഞ ടെമ്പറേച്ചർ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി ഡിസ്പ്ലേ അഴിച്ചെടുക്കാം. ഡിസ്പ്ലേ അഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ സ്ട്രിപ്പ് വരുന്നത് ഈ ഒരു സൈഡിലാണ്. നമ്മൾ ടെമ്പറേച്ചർ എത്രത്തോളം കയറുന്നോ ഓവർ കയറ്റി കഴിഞ്ഞാൽ സ്ട്രിപ്പ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, സിമ്പിൾ കയറ്റാം. പിന്നെ കംപ്ലയിൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പവർ ബട്ടൺ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് പവർ ബട്ടൺ അടിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ സ്ട്രിപ്പ് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. നമ്മൾ ടെമ്പേർഡ് ഇപ്പം ഈ മീളിൽ നിന്ന് കയറ്റുന്ന ഇവിടെ ഈ ഒരു പോർഷൻ വന്നു കഴിയുമ്പോൾ സെൻറ്റർ വേണം. ഈ ഒരു പോർഷൻ വന്നുമ്പോൾ ടെമ്പേർഡ് അവിടെ നിന്ന് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നോക്കണം എത്രത്തോളം വന്ന്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ ടെമ്പേർഡ് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും പോരും. പിന്നെ മേളിൽ നിന്ന് മാക്സിമം എടുക്കാൻ പറ്റുമെന്ന് നോക്കുക. മേളിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുമെന്ന് നോക്കുക. ഒരു പകുതി ഇവിടം വരെ വരുത്തുക. എന്നിട്ട് പിന്നെ സൈഡ് മാത്രം കുറച്ചെടുത്താൽ മതി. അത് നമുക്കൊരു പവർ ഡിസ്പ്ലേ ഒരു പവർ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നത് അത്രയും ബെറ്റർ ആയിരിക്കും. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.